ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലസ് വൺത്തെ ഫസ്റ്റ് ചാപ്റ്ററാണ് കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിൽ 36 ചോദ്യം ടോട്ടലുണ്ട്. നിങ്ങളത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൽ ഏറ്റവും എനിക്ക് വരാൻ ചാൻസ് തോന്നുന്ന ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തന്നെ ദാറ്റ്സ് പാർട്ട് ഓഫ് മൈ NCERT സീരീസ് ചലഞ്ച് യൂട്യൂബ് വീഡിയോസ്. അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ റെഡിൽ മാർക്ക് ചെയ്താണെന്നുണ്ട് ആ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തം ചെയ്തോളാം. അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. നമുക്കതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ദ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വെൻ. ഇതിൻ്റെ 3 കേസസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഇങ്ങനെ തന്നെ വേണ്ടിക്കൽ ഈ ക്വസ്റ്റ്യൻ മൊത്തം കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ അറിയണം? കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ഉണ്ടാവുന്നതെന്നുള്ള റിയാക്ഷൻ അറിയണം. കാർബൺ പ്ലസ് O2 ഗിവിങ് CO2, ഇതാണ് നമ്മളെ റിയാക്ഷന്. അവിടെ എന്തുണ്ട്? ഇത് 1 മോൾ കാർബൺ റിയാക്ട്സ് വിത്ത് 1 മോൾ ഓക്സിജൻ ടു ഗീവ് 1 മോൾ CO2 ആയല്ലോ. ഇവിടെ നമ്മളെ കാർബണിൻ്റെത് എത്രയാണ് മാസ്? 12 ഗ്രാം. നമ്മളെ ഓക്സിജൻ 2 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ O2 ആകുമ്പോൾ 32 ഗ്രാം. ഒരു ഓക്സിജൻ്റെത് എത്രയാണ്? 16 ഗ്രാമാണ്. അതെല്ലാം ഞാൻ ഇതൊക്കെ സ്റ്റോയിഷ്യോമെട്രീൻ്റെ കോൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ പാഠം അങ്ങനത്തെ ഒരു പാഠമാണ്. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വിട്ടുപോയി കോൺസെപ്റ്റ് വിട്ടുപോയി കഴിഞ്ഞാൽ കാര്യം പോയി, പിന്നെ അത് മനസ്സിലാവില്ല. ഇതപ്പോൾ എന്താണ്? 12 അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് 12 + 32 44 വരണം. അപ്പോൾ ഇതിൽ കേസ് 1 പറയുന്നത് 1 മോൾ ഓഫ് കാർബൺ ഇസ് ബേൺഡ് ഇൻ എയർ. അപ്പോൾ സെയിം എന്ന് പറയേണ്ടത് ഈ കേസ് തന്നെ. നമ്മൾ ഇത് ഓക്സിജൻ എന്ന് പറയുന്നത് എയറിലിനെ കത്തിക്കുക ചെയ്യുന്നത് കാർബണിനെ. അതായത് ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ഓക്സിജൻ ഇൻ ദ എയർ. അപ്പോൾ എന്തായി? CO2. അപ്പോൾ എത്ര ഇത് നോർമൽ റിയാക്ഷനാണ്. അപ്പോൾ അവിടെ എന്താണ് എമൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രാമിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ 1 മോൾ എന്തുണ്ടാവുന്നുണ്ട്? നമ്മൾ നോർമൽ കണ്ടീഷനിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ 1 മോൾ CO2 എത്ര നമ്മളെ എമൗണ്ട് ആയിരിക്കും? 1 മോൾ CO2 ഹൗ മച്ച് എമൗണ്ട്? ഇറ്റ് ഈസ് 44 ഗ്രാംസ്. ഓക്കെ, അടുത്തത് 1 മോൾ ഓഫ് കാർബൺ ഇസ് ബേൺ ഇൻ 16 ഗ്രാം ഓഫ് ഡൈ ഓക്സിജൻ. ഞാൻ കേസ് നിങ്ങൾക്കുള്ള സെറ്റ്സിൻ്റെ എഴുതിയ പേപ്പറിലായിട്ട് എഴുതാൻ പറ്റുമോ നോക്കട്ടെ. അതായത് കാർബൺ പ്ലസ് ഇതിലെഴുതി ശരിയല്ലോ, ഒരു മിനിറ്റ്. ഓക്കെ, അതായത് കാർബൺ പ്ലസ് എന്താണ്? O2 ഗിവിങ് CO2. ഇവിടുത്തെ കേസ് എന്താ? 1 മോൾ ഓഫ് കാർബൺ, 1 മോൾ ഇത്. പിന്നെ ഇവിടെ എത്രയാണ് പറയുന്നത്? 16 ഗ്രാം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 32 ഗ്രാം എന്ന് പറയുമ്പോഴാണ് 1 മോൾ എന്താണ് O2 വരുന്നത്. അപ്പോൾ 16 ആകുമ്പോൾ എന്താ? അതിൻ്റെ നേരെ ഹാഫല്ലായിപ്പോയത്. നമ്മളെ 32ൻ്റെ പകുതി എത്രയാണ്? 16. അപ്പോൾ ഇതെന്താവും? ഇത് ഇവിടെയും എഫക്റ്റ് ആവും. അപ്പോൾ ഇവിടെ എന്താവും? പകുതിയായിട്ട് 0.5, അതായത് 1/2 മോളായിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്ത് പ്രശ്നം പറ്റി? ഇവിടെ ഇത് 1 മോൾ ഉണ്ട്, പക്ഷേ ഇവിടെ ഇത് അര മോളേ ഉള്ളൂ. 1 മോൾ ഇയർ 1/2 മോൾ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ കേസാണ്. അതായത് നമ്മൾ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുക. വീട്ടിലെന്ന് പറയുക ഓറഞ്ച് ജ്യൂസിന് ഉണ്ടാക്കുന്ന മെഷീനെല്ലാം ഉണ്ടാവുമല്ലോ, നമ്മളെ ജ്യൂസ് മിക്സിയെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നത്. എനിക്ക് എന്തെല്ലാം വേണം? എനിക്ക് ഓറഞ്ചും വേണോ, ഓറഞ്ച് ഇങ്ങനത്തെ ഒരു ഓറഞ്ചും വേണോ, പിന്നെ ഷുഗറിൻ്റെ ക്രിസ്റ്റൽസും വേണം. കാരണം ഓറഞ്ച് ഷുഗർ കൂട്ടുകണ്ടെന്ന് കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല, അങ്ങനെയല്ല ആരെങ്കിലുമല്ലോ കുടിക്കുമെന്നില്ല. അപ്പോൾ ഷുഗറും നമുക്ക് വേണം. നമ്മളെ ജാറെടുത്ത്, നമ്മളെ ഭയങ്കര ജാറാണ് ഇത് അതിൻ്റെ കട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിൽ ഞാൻ എന്ത് ചെയ്ത് ഓറഞ്ച് ഇട്ട് നമ്മളെ കുറച്ച് ഷുഗറും ഇട്ട് എന്താണ് നമ്മളൊരു സെർട്ടൻ എമൗണ്ട് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ അതിലൊരു കുറച്ച് എന്താണ് ജ്യൂസ് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഷുഗർ തീർന്നു. നമ്മളെ വീട്ടിൽ ഇനി വേറെ ഷുഗർ ഇല്ല. ഇന്ന് ഒരു ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് എന്താണ് ഷുഗറും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മളിപ്പോൾ വിചാരിക്കുന്നത് ഈ ഷുഗർ തീർന്നു, പക്ഷേ എനിക്ക് എക്സ്ട്രാ ഓറഞ്ച് ജ്യൂസ് വേണം. പക്ഷെ നമുക്ക് കിട്ടുമോ? ഇല്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഓറഞ്ച് ജ്യൂസ് അന്നേരം കിട്ടില്ല. കാരണം ഇയാൾ തീരുമാനിക്കുന്നത് എത്രത്തോളം ഓറഞ്ച് ജ്യൂസ് ഉണ്ടാവണം എന്നുള്ളത്. ദിസ് ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇയാൾ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മര്യാദയ്ക്ക് ഓറഞ്ച് ജ്യൂസ് കിട്ടൂല. വെറുതെ ഓറഞ്ച് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആക്കാനാണെങ്കിൽ കിട്ടും. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള നല്ല ഓറഞ്ച് ജ്യൂസ് ആയിരിക്കില്ല. നല്ല ഓറഞ്ച് ജ്യൂസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഷുഗർ നിർബന്ധമായിട്ടും വേണം. ഷുഗർ ഏത് നിമിഷം തീർന്നോന്നോ അവിടെ വെച്ചിട്ട് നമ്മൾ പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. പിന്നെ ആരും എന്ന് പറയുക ഷുഗർ ഇല്ലാണ്ട് ഓറഞ്ച് ജ്യൂസ് ഒന്നും ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് അധികം ചിന്തിക്കാൻ വഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഐ വിൽ സ്റ്റോപ്പ് മേക്കിംഗ് ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ ഇയാളാണ് ദിസ് ഡിറ്റർമൈൻസ് ഹൗ മച്ച് ദിസ് ക്വാണ്ടിറ്റി വിൽ ബി. അതേ കേസാണ് ലിമിറ്റിംഗ് റിയേജൻറ്റിൽ ഇവിടെ വരുന്നത്. ഇയാൾ പകുതിയായപ്പോൾ എന്താണ്? ഇയാൾ ഇനി ലിമിറ്റിംഗ് റിയേജൻ്റായി. ദിസ് ഇസ് LR ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇയാൾ തീരുമാനിക്കും ഇനി ഈ പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് എത്ര ഫോർമേഷൻ നടക്കുമെന്നുള്ളത്. ബിക്കോസ് ദിസ്
ആസ് എ എന്താണ് ഇതിപ്പോൾ ഷുഗറും ഇത് ഓറഞ്ച് ജ്യൂസ് ആണെങ്കിൽ ഈ ഷുഗർ തീർന്നുപോയി 16 32 വരേണ്ടത് ഇപ്പോൾ 16 തീർന്നുപോയി. ഇയാൾ എന്ത് ചെയ്യും? എത്ര ഓറഞ്ച് ജ്യൂസ് ഔട്ട്പുട്ടായിട്ട് ഉണ്ടാകുന്നില്ലതിൽ ഇപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഞാൻ ആ ഇമ്പാക്റ്റ് കാണിച്ചു തരാം. എന്താണ് ഈ പറയുന്ന 1 മോൾ പ്ലസ് അര മോൾ ഗിവിങ് എന്താണ് ഈ പറയുന്ന നമ്മളെ അപ്പോൾ എന്താ ഇത് ലിമിറ്റിങ് ആയതുകൊണ്ട് തന്നെ ഇതും പകുതിയായി പോകും. നമ്മളെ ഇതിപ്പോൾ കാർബണ്, ഇത് O2, ഇത് CO2. അപ്പോൾ ഇയാൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇയാൾ പകുതിയാകുമ്പോൾ ഇയാളും പകുതിയായിപ്പോയി 1/2 മോൾസ്. അപ്പോൾ എത്രയാ? നമ്മളിപ്പോൾ 44 ഗ്രാം എന്ന് പറയുന്നതാണ് 1 മോൾ എന്ന് പറയുന്നത്, 1 മോൾ CO2. അപ്പോൾ ഇപ്പോൾ എന്തായി? ഇതിപ്പോൾ പകുതി മോളായി. അപ്പോൾ എന്താ ഇതിലെ മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെ പകുതിയാകുമ്പോൾ ഇവിടെയും പകുതിയാവും. 44 പകുതി 22 ഗ്രാം. ഓക്കെ, 22 ഗ്രാമാണ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് ആണ് തീരുമാനിക്കുന്നത് എത്ര പ്രൊഡക്റ്റ് ഉണ്ടാവണമെന്നുള്ളത്. ഇയാളെ ഇവിടുത്തെ രാജാവ് എന്ന് പറയുന്നത് ഈ കളിയിൽ. അപ്പോൾ ഇതാണ് 22 ഗ്രാമാണ് ഇതിൻ്റെ ആൻസർ ഇവിടെ. ഞാനിത് 44 ഗ്രാം ഫസ്റ്റ് ആൻസർ, സെക്കൻഡ് ആൻസർ 22 ഗ്രാം. അടുത്തത് 2 മോൾസ് ഓഫ് കാർബൺ ഇസ് ബേൺഡ് ഇൻ 16 ഗ്രാം ഓഫ് ഡൈ നൈട്രജൻ. നമ്മളിപ്പോൾ ഇതേത് കേസാണെന്ന് അറിയാവാ? ഞാൻ പറഞ്ഞുതരാം. 2 മോൾ കാർബൺ എടുത്ത് പ്ലസ് അര മോൾ ഓക്സിജൻ തന്നെ. ഈ ഷുഗർ തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്തിട്ടും വല്ല കാര്യമുണ്ട്? നമുക്ക് നല്ല ഓറഞ്ച് ജ്യൂസ് കിട്ടൂലോ. ഇതിപ്പോൾ 3 എടുത്താലും 4 എടുത്താലും 10,000 എടുത്താലും ഇയാളിപ്പോഴും അര തന്നെയാണ്. റേഷ്യോ തെറ്റിയിട്ടില്ലത്. ഇയാളത് നമ്മൾ വിചാരിച്ച 1:1 റേഷ്യോയിലല്ല ഉള്ളത്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ്റ് ആയതുകൊണ്ട് ദിസ് പേഴ്സൺ ഡിസൈഡ്സ്. അതാണ് ഇയാൾക്ക് ഇവിടെ പ്രത്യേകിച്ച് റോളില്ല. ഇയാൾ വെറുതെ ഇയാൾ എത്ര ചേർത്ത്. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സ്ഥിതി ആയതുകൊണ്ട് ഓറഞ്ച് നമ്മൾ കുറേ ചേർത്ത് എന്ന് വിചാരിച്ചിട്ട് ഷുഗർ ഇല്ലെങ്കിൽ അതിനെ കൊണ്ട് കാര്യമില്ല. ഓറഞ്ച് ഒരു 10 ഓറഞ്ച് ചേർത്ത് ഇവിടെ ഷുഗർ ആണെങ്കിൽ 10 ഓറഞ്ച് ചേർക്കുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. വെറുതെ ഓറഞ്ച് വേസ്റ്റ് ആയിപ്പോൾ പൈസ വേസ്റ്റ് ആവുന്നതിലാണ് കാര്യമില്ല. അപ്പോൾ ഇവിടെ എത്ര ചേർത്ത് കഴിഞ്ഞാലും കാര്യമില്ല. ഇത് 2 മോൾ എടുത്താലും 10,000 മോൾ എടുത്താലും 10 മില്യൺ എടുത്തു കഴിഞ്ഞാലും കാർബൺ എടുത്താലും കാര്യമില്ല. അൺടിൽ ദിസ് തിങ് ഇസ് ഹാഫ് O2. അപ്പോൾ ഇവിടെയും കേസ് സെയിം ആണ്. ഇതിന് പ്രത്യേകിച്ച് റോളില്ല ഇവിടെ. അപ്പോൾ നമ്മൾ പറഞ്ഞ കേസ് തന്നെ 44 ഗ്രാമിന് 1 മോൾ CO2. അപ്പോൾ ഇത് പകുതിയാകുമ്പോൾ എന്താവും? ഇതും പകുതി മോളായിപ്പോൾ. കാരണം ഇയാൾ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇയാൾ എത്ര ഉണ്ടാവുന്നില്ലത്. 1 മോൾ CO2 ആയിട്ട് മാറും. അപ്പോൾ അര മോൾ CO2 പോകുമ്പോൾ എത്രയാണ്? ഇയാൾക്ക് ഒരു റോളും ഇല്ല. കാരണം ഇയാളെ മൊത്തം കളിയും തീരുമാനിക്കുന്നത്. ദിസ് ഈസ് ദ കിങ് ഓഫ് ദിസ് ജംഗിൾ. അപ്പോൾ ഇയാൾ പകുതി മോളാകുമ്പോൾ ഇയാൾ 22 ഗ്രാം ആവും. ദാറ്റ് ഈസ് 22 ഗ്രാം. അപ്പോൾ അതാ പറഞ്ഞത് ഇറ്റ് ഡസൻ ഹാവ് എൻ ഇമ്പാക്റ്റ് ഓൺ കാർബൺ ഡസൻ ഹാവ് എൻ ഇമ്പാക്റ്റ് ഹിയർ ബിക്കോസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഈസ് ഓക്സിജൻ. ഓക്സിജൻ പറയുന്ന പോലെ ബാക്കി ആൾക്കാർ കേട്ടോളാം. ഇയാൾ കുറേ ചേർത്ത് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. ഇയാൾ പകുതി ആയതുകൊണ്ട് തന്നെ ഇയാളും പകുതി ആയിപ്പോവും. ഇയാൾ പറഞ്ഞത് പകുതി ഞാൻ പകുതി ആയിപ്പോയിട്ടുണ്ട്, എന്നാൽ പിന്നെ CO2 അത് അനുസരിക്കേണ്ടത് ഞാനും അപ്പം പകുതി ആയിപ്പോവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കളി എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യന് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളെ സ്റ്റോയിഷ്യോമെട്രീൻ്റെ ബേസിക്സ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അതായത് ലിമിറ്റിംഗ് റിയേജന് സ്റ്റോയിഷ്യോമെട്രീൻ്റെ ഒരു പാർട്ടായത്. അടുത്ത ക്വസ്റ്റ്യന് ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് ക്വസ്റ്റ്യൻ 6 ഇത് കുറച്ച് എനിക്ക് ചെയ്യണം തോന്നി. ഇത് നിങ്ങളധികം ചിലപ്പോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എൻ്റെ ഫോർമുല HNO3 ഇൻ മോൾ പെർ ലിറ്റർ ഇൻ എ സാമ്പിൾ വിച്ച് ഹാസ് ഡെൻസിറ്റി 1.41 ഗ്രാം പെർ മില്ലി ലിറ്റർ. അതിൻ്റെ യൂണിറ്റ് ആണ്. മാസ് പെർസെൻറ്റ് ഓഫ് നൈട്രിക് ആസിഡ് ഇൻ ഇറ്റ് ബീങ് 69%. നിങ്ങൾ കുറേ നമ്മളെ സൊല്യൂഷൻ ടേംസ് പഠിച്ചിട്ടുണ്ടാവും. അതിലൊരു ടേം ആയിരിക്കും മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. മാസ് പെർസെൻറ്റേജ് എത്ര തന്നിട്ടുണ്ട്? HNO3ൻ്റെത് 69% തന്നിട്ടുണ്ട്. ഇപ്പം 100 ഗ്രാം വാട്ടറിലുണ്ടെങ്കിൽ അതിൽ 69 ഗ്രാമും നമ്മളെ HNO3 ആണ്. അതിന് അത്രയും പോർഷൻ. ബാക്കി ഇതിപ്പോൾ ഇപ്പോൾ 31 ഗ്രാം മാത്രമേ വെള്ളം ഉണ്ടാവും. അതിൽ 69 ഗ്രാമും ഇയാളാണ്. 31 ബാക്കിയിലത് മാത്രമേ വെള്ളം ഉണ്ടാവും. അതാണ് ഈ മാസ് പെർസെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് കോൺസെൻട്രേഷൻ. നമുക്ക് മൊളാരിറ്റി എന്ത് കൊടുക്കാം? നമുക്ക് മൊളാരിറ്റി വെച്ചിട്ട് ചെയ്യാം. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ W/MB. ഞാൻ പഠിച്ചൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. M=WB/MB × 1000 / V/ml എന്നാണ് ഞാൻ കാലത്തിൽ പഠിച്ചത്. ഇത് എനിക്കിപ്പോഴും ഓർമ്മയില്ല ഇക്വേഷനാണ്. WB ഗിവൺ മാസ്, MB മോളിക്കുലർ മാസ്. 1000 ഇവിടെ 1000 ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് 1000 തന്നെ. VML വോളിയം ഇൻ മില്ലി ലിറ്റർ. വോളിയം ഇൻ ലിറ്റർ ആണെങ്കിൽ ഇവിടെ 1000 എഴുതേണ്ട ആവശ്യമില്ല. 1/V എന്ന് എഴുതിയാൽ മതി. അതായത് M = WB/MB
ഇൻറ്റു 1/v എന്താണ് ലിറ്ററിലാണെങ്കിൽ ഇവിടെ മില്ലി ലിറ്ററിലാവുമ്പോഴാണ് ഇവിടെ 1000 ചെയ്യേണ്ടി വരുന്നത്. അത് നേരെ അല്ല ഇൻറ്റു 10⁻³ ചെയ്യേണ്ടി വരുന്നത്. അതായത് ബൈ 1000 ആയിരിക്കും. അത് മേലെ കയറിയിട്ടാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എന്താ മൊളാരിറ്റി W/m 1000 വോളിയം. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ് വോളിയം തന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡെൻസിറ്റി അവിടെ തന്നിട്ടില്ല. ഡെൻസിറ്റി വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? നമ്മളെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് മാസും അറിയാം, വോളിയം അറിയില്ല എന്നല്ല, ഡെൻസിറ്റി അറിയാം, മാസും അറിയാം. മാസ് എങ്ങനെ അറിയുന്നത്? ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് മാസ് പെർസെൻറ്റ് ഓഫ് നൈട്രിക് ആസിഡ് ദ സാമ്പിൾ ബീങ് 69 ഗ്രാം എന്നല്ല പറഞ്ഞത്, 69%. അപ്പോൾ നമ്മളൊരു ഈ പറയുന്ന എന്താണ് 100, ഇതാ ഞാൻ പറഞ്ഞ കേസ് കണ്ട 69% HNO3 മീൻസ് ഇതാ 100 ഗ്രാം സൊല്യൂഷനിൽ, അത് വാട്ടർ ആവുമ്പോൾ എന്തുവാകും, 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര ഗ്രാം HNO3 ഉണ്ട്? 69 ഗ്രാം. അതാണ് ഈ 69 മാസ് പെർസെൻറ്റ് കൊണ്ട് നിങ്ങൾ എന്താണ് അതിൽ നിന്ന് ഇൻഫർ ചെയ്യേണ്ടത്. ഡയറക്റ്റ്ലി ഒന്നും തന്നിട്ടില്ല ഇവിടെ. മാസ് നമ്മൾ ഈ ഡാറ്റ വെച്ചിട്ട് 69% HNO3 വെച്ചിട്ട് കണ്ടുപിടിക്കണം. ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൻസിറ്റി ഞാൻ വെച്ചിട്ട് ഇതിൽ മാസ് ബൈ വോളിയം. അപ്പോൾ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചാൽ വോളിയം മാസ് ബൈ ഡെൻസിറ്റി. എന്ത് ചെയ്യുക, നമ്മളെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. നമ്മളെ മാസ് ഈ പറയുന്ന അവിടെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് വരുത്തുക. അവിടെ നിങ്ങൾ 69 ഗ്രാം എന്നല്ല എഴുതേണ്ടത്. കാരണം ഡെൻസിറ്റി ഓഫ് നമുക്ക് ഇതിൻ്റെ ഡെൻസിറ്റി അല്ലല്ലോ, നമ്മളെ മാസ് ഓഫ് HNO3 അല്ല വേണ്ടത്, മാസ് ഓഫ് കംപ്ലീറ്റ് സൊല്യൂഷൻ. നമ്മൾ അസ്യൂം ചെയ്യണത് 100 ആയിരിക്കുന്നില്ല. അപ്പോൾ 100 ഗ്രാമാണ് എടുക്കേണ്ടത്. ഡെൻസിറ്റി ഇത്ര 1 ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 16 എന്നതിന് കണ്ടുപിടിച്ച് ഇതിനെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന്. ഇതിനെ കൊണ്ട് ഉപകാരമുണ്ട്, അത് എവിടെയെന്നല്ല കാണിച്ചു തരാം. അപ്പോൾ എന്ത് ചെയ്ത് കംപ്ലീറ്റ് സൊല്യൂഷൻ്റെ കണ്ടുപിടിക്കുക. 100/1.41 അല്ല, അപ്പോൾ അതാണ് ഡെൻസിറ്റി. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? അത് അവർ എന്ന് പറയേണ്ടത് എക്സ് എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഇരിക്കട്ടെ. അടുത്ത മൊളാരിറ്റി W/m × 1000/v/ml. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ വീൻ്റെ പകരം ഇവിടെ ഒരു വി കണ്ട, ഇത് വോളിയം ഇൻ സൊല്യൂഷൻ, അതിൻ്റെ പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക? ഈ 100/1.414. ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അതെന്ത് ചെയ്താൽ അത് ഇവിടെ എഴുതിയാൽ മതി. പിന്നെ W എന്ന് പറയുന്നത് ഗിവൺ മാസ് ഇവിടെ എത്ര 69. ഇവിടെ ഇതിൻ്റെ ആവശ്യം ഈ വോളിയം കണ്ടുപിടിക്കുന്നതിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഈ HNO3 അവിടെ നിങ്ങൾ ചിലപ്പം കൺഫ്യൂഷൻ ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഈ പറയുന്ന വോളിയം കണ്ടുപിടിക്കുമ്പോൾ എന്താണ് അവിടെ നമുക്ക് ടോട്ടലായിട്ടുള്ള വോളിയം മാസാണ് വേണ്ടത്. മൊളാരിറ്റി എടുക്കുന്ന സമയത്ത് ഗിവൺ മാസിലാണ് WBൻ്റെ സ്ഥാനത്താണ് നമ്മൾ ഈ 69 കൊടുക്കേണ്ടത്. അതേപോലെ ഇവിടെ പോയി എന്ന് പറയേണ്ടത് ഈ മോളാർ മാസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് അല്ലേ. നമുക്കറിയാം നമ്മളെ HNO3ൻ്റെ എന്താണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 63 ഗ്രാം. അത് ആക്ച്വലി ഇവിടെ കുറച്ചും കൂടി അപ്രോക്സിമേറ്റ് ആയിട്ട് 63.01. അത് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. 63 എന്ന് പറഞ്ഞിട്ട് അപ്രോക്സിമേറ്റ് എഴുതിയാൽ മതി, ആ പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം കണ്ട ഇവിടെ കുറേ, അതായത് ഈ നൈട്രജൻ്റെ എക്സാക്റ്റ് മാസ് ഇവിടെ എടുത്തില്ല. അത് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ 1 + 14 + 3 × 16 ചെയ്തിട്ട് 63 ആക്കിയാലും മതി. അതൊന്നും വലിയ വിഷയമൊന്നുമല്ല, കാര്യമൊന്നുമല്ല. എന്ത് ചെയ്യുക, 69 × 1000 × 1.1. അതെങ്ങനെ 1.1 എങ്ങനെ മുകളിൽ വന്നത്? കാരണം 100/1. ഇത് ഡിനോമിനേറ്റർ അതിൻ്റെ താഴെയായിരുന്നു 1.41 ഇല്ല. അത് മുകളിൽ കയറി തിരിച്ച് റെസിപ്രോക്കലായിട്ടാണ് 1.41/100 എന്ന് വന്നത്. അപ്പോൾ 69 × 1000 × 1.41 / 63. ഞാൻ 63 അപ്രോക്സിമേറ്റ് എടുക്കണം. 63 × 100. ഇതിപ്പോൾ എത്ര എനിക്ക് ഇങ്ങനത്തെ നാട്ടിയാണെന്നല്ലോ, 2 0 കട്ടായത്. ബാക്കി എനിക്കറിയില്ല എങ്ങനെയുണ്ട്. അപ്പോൾ എന്താ നമുക്ക് ഈ കാൽക്കുലേറ്ററിൽ ചോദിക്കുക, ബാക്കി സമാധാനം പറയാം. അപ്പോൾ എന്താ 15.439 മോളാറായിരിക്കും ഇതിന് ആൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. നമ്മളെ വോളിയം കണ്ടുപിടിക്കുക, നമ്മൾ ഡെൻസിറ്റിയും മാസ് വെച്ചിട്ടില്ല കോൺസെപ്റ്റ് വേണം. അവിടെ എന്ത് ഉപയോഗിക്കരുത്, ഈ മാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 69 ഗ്രാം ആണല്ലോ, അപ്പോൾ 69 ആയിരിക്കുമല്ലോ ഇവിടെ. അത് ചെയ്യരുത്, അത് മിസ്റ്റേക്കാണ്, അത് പൊട്ടത്തരായിപ്പോൾ. എന്ത് ചെയ്യണം, കംപ്ലീറ്റ് സൊല്യൂഷൻ്റെ വോളിയമാണ് നമുക്ക് ആവശ്യം. വോളിയം ഓഫ് ദ സൊല്യൂഷൻ, വോളിയം ഓഫ് ദ സൊല്യൂഷനാണ് ചോദിച്ചത്. ഈ HNO3 എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ സൊല്യൂട്ടാണ്, സോൾവെൻ്റ് ആണ് നമ്മൾ ഇതെന്ന് പറയുന്നത്. ബാക്കി ഇതിപ്പോൾ ഒരു വാട്ടർ എടുത്തെങ്കിൽ H2O എന്ന് പറയുന്നത് സോൾവെൻ്റ് എന്ന് പറയുന്നത്, ഇത് സൊല്യൂട്ട്. ഇതിൽ നമ്മൾ ചേർത്തതാണ് ഈ നൈട്രിക് ആസിഡ്. നമുക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ്റെ വേണ്ടത്, അല്ലാണ്ട് സോൾവെൻ്റോ സൊല്യൂട്ടിൻ്റെ സെപ്പറേറ്റ് അല്ല വേണ്ടത്. കംപ്ലീറ്റ് വേണം. നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു അസ്യൂം ഇറ്റ് ബി 100 ഗ്രാം മാസായിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ഇതാണ് ഞാൻ ഡിസ്കസ് ചെയ്ത 2 ചോദ്യങ്ങൾ. ഇത് തീർന്നില്ല, ഇനിയുണ്ട്. ഓക്കെ, ഇതെല്ലാം മോൾ കോൺസെപ്റ്റാണ്. മോൾ കോൺസെപ്റ്റ് ഞങ്ങൾ കുറച്ചും കൂടി തറവാക്കേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്.
ഇൻ 3 moles ഓഫ് ഈഥേൻ നിങ്ങൾ നമ്മളെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ പറയൂ പഠിക്കുമെന്ന് അറിയാം ഈ ഈഥേൻ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൻ്റെ നമ്മളെ റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ CH3 ഇതിവിടെ ഞാൻ പറയേണ്ട കാര്യമില്ല, പക്ഷേ എന്നാലും നിങ്ങൾ വെറുതെ ഒരു നോളജിന് വേണ്ടി പറയാം. ഇൻ 3 moles ഓഫ് ഈഥേൻ കാൽക്കുലേറ്റ് ദ ഫോളോയിങ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ആറ്റംസ്. അത് ഇതാ നിങ്ങൾ നോക്കി നോക്ക്, 2 കാർബൺ ഉണ്ടല്ലോ. അപ്പോൾ എന്താ 1 mole ഓഫ് ഈഥേൻ C2H6 കണ്ടെയ്ൻസ് 2 mole ഓഫ് കാർബൺ ആറ്റംസ്. അത് നിങ്ങൾ സമ്മതിച്ചല്ലോ, 2 mole ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ട്. 3 mole ഓഫ് എന്താണ് ഈഥേൻ C2H6 വിൽ കണ്ടെയ്ൻ 2 into 3 6 moles ഓഫ് കാർബൺ ആറ്റംസ്. അവിടെ ചോദിച്ചിരിക്കുന്ന കാരണം 3 moles ഓഫ് ഈഥേൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ 1 മോളിൽ 2 എന്തുണ്ട് കാർബൺ ആറ്റംസ് ഉണ്ട്, 2 mole കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പോൾ 3 mole ഉണ്ടാവും, അതിൻ്റെ നേരെ ട്രിപ്പിൾ 2 into 3 6 moles ഉണ്ടാവും. അതേപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം 3 + 3 എത്ര 6. അപ്പോൾ 1ൽ 6 ഉണ്ട്. അപ്പോൾ 3 എത്തുണ്ടാവും 3 into 6 18 moles ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. അടുത്തത് നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് ഈഥെയിൻ. 1 മോൾ എന്താണ് ഈഥെയിനിൽ 6.022. ഇതെന്താ സാധനം ഇൻറ്റു 10⁻23. ദിസ് ഇസ് കോൾഡ് അവോഗാഡ്രോ നമ്പർ, NA എന്ന് പറയും. എന്താണ് മോളിക്യൂൾസ് ഓഫ് ഈഥെയിൻ ഇത്രയുണ്ട്. അത് 1 into എന്ന് പറഞ്ഞിട്ട് ഏതാണ് 1 into ഇത്ര. അപ്പോൾ 3 മോളിൽ എടുത്തിട്ടുണ്ടോ, അതിൻ്റെ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into NA എന്ന് പറഞ്ഞിട്ട് എഴുതിയാലും മതി. 3 into NA മോളിക്യൂൾസ് ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 3 into ഈ സാധനം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പറഞ്ഞിട്ടൊരു ആൻസർ കിട്ടും. അത്രയും മോളിക്യൂൾസ് ഓഫ് ഈഥെയിൻ. ഇതതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇത് ആക്ച്വലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പിന്നെ വെറുതെ എന്ന് പറയേണ്ടത് നിങ്ങൾ ഈ മോൾ കോൺസെപ്റ്റ് ഒന്ന് സ്ട്രോങ് ആക്കേണ്ടിയിട്ട് നമ്മളെ 10ാം ക്ലാസ് ഇത് ഒരു നോളജാണ്, ഇത് SLC നോളജാണ്. ഇത് വെറുതെ നിങ്ങളെ കൊണ്ടൊന്ന് പൊടി തെട്ടിപ്പിച്ചതാണ്. അടുത്തത് ഇത് എന്താണ്, ഇത് ചിലപ്പോൾ ഒരു ട്രിക്കി ആയിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാമിനോ പബ്ലിക് എക്സാമിനോ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിത് അധികം ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ചിലപ്പോൾ ഇങ്ങനൊരു ഭാഗം പഠിക്കാനുണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ടായിരിക്കും. ഇത് പാഠത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടില്ല ഒരു കൺവേർഷനായത്. 1 kilometer = -millimeter = -picometer. 1 milligram = -kilogram = -nanogram. 1 milliliter = -liter = -decimeter cube. അപ്പോൾ ഈ കൺവേർഷൻസ് നിങ്ങൾ എന്താ ചെയ്യണം അറിയണം. ഞാൻ 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നിങ്ങളിത് ബൈ ഹാർട്ട് പഠിക്കുക. 1 kilometer = 10⁻6 millimeter, ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻15 picometer. 1 milligram ഇത് വേണമെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. 1 milligram = 10⁻6 kilogram is equal to 10⁻6 nanogram. 1 milliliter is equal to 10⁻3 liter is equal to 10⁻3 decimeter cube. അപ്പോൾ അത് ഓക്കെയാണല്ലോ. ഈ 3 കൺവേർഷൻസും ചിലപ്പോൾ ഇങ്ങനെ തന്നെ എന്ന് പറയേണ്ടത്. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ലോ ഓഫ് 14 32 28 ഇത് കണ്ട ഇവിടെ ഇത് സെയിം ആണ്, ഇതും സെയിം ആണ്, ഇത് മാത്രം മാറുന്നത്. അപ്പോൾ എന്താ നമ്മളെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് ആണ്. ഇതാന്ന് തോന്നുന്നു നിങ്ങൾ ഇന്നത്തെ അല്ല നമ്മളെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചത്. ഇങ്ങനെ എന്തോ ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടില്ല ജോസ്റ്റൻ ചോദിച്ചത്. അപ്പോൾ എന്താ ഇതൊക്കെ NCERTയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഞാൻ വെറുതെ ഒന്ന് റാൻഡം ആയിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ അത് നിങ്ങളെ മോഡൽ എക്സാം നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് വന്ന ചോദ്യം. ഇത് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചില്ല. ചിലപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടോ, ഇത് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഈസി ആയിട്ട് 2 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ ബി പാർട്ടായിട്ട് ഇത് ചോദിച്ചെങ്കിൽ നിങ്ങൾ കുറച്ച് പെട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ത് ചെയ്യുക, ഇതെന്തായാലും പഠിച്ചു നോക്കുക. ഇത് ചിലപ്പോൾ ഇതൊരു ബി പാർട്ട് ഇത് തന്നെ ചിലപ്പം ചോദ്യം വരും. എന്നിട്ട് ഇതിൻ്റെ ബി പാർട്ടിൽ ഇത് കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തും. എന്നിട്ട് ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാറ്റഗറിയിൽ വരാൻ ചാൻസ് ഉണ്ട്, 2 മാർക്കിൽ നിന്ന് മാറിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ അതിങ്ങനെ എൻ്റെ മനസ്സ് കാണും. ഇത് ചിലപ്പം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചൊരു ബുദ്ധിമുട്ടാകും. കാരണം ഇത് ബേസിക് നോളജാണ്. ലേക്കിനും ഇത് +1 പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം 8ലും 9ലും അല്ല 7ാം ക്ലാസ്സിലായിട്ടും പഠിക്കേണ്ട കൺവേർഷൻസ് ആയത്, മെൻസുറേഷൻ എന്ന് പറയാം. അപ്പോൾ അതെല്ലാം ആക്ച്വലി നിങ്ങൾ പഠിക്കേണ്ടതായിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും പഠിക്കുക. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്തായാലും അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് കുറച്ച് അത്യാവശ്യം പറയാനുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഈ ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഈ ഒരു പാർട്ടിൽ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു പാർട്ട് അവസാനിപ്പിക്കുക. ഇനിയും കുറച്ച് 2 പിന്നെ എന്താണ് 36 വരെ ഇത്ര ഒരു 4 ചോദ്യമായി. പിന്നെ ഒരു സെലക്റ്റഡ് NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ്. അതായത് ഇതൊന്നും NCERT ബുക്കിലില്ല, പക്ഷേ NCERTൻ്റെ കുറച്ചും കൂടി ഒരു ലെവൽ ഹയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത്. അപ്പോൾ എന്താ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും എക്സാമിന് വരാറുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഒരു 1 2 3 ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നു. ടോട്ടലി 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാനതൊരു അടുത്ത പാർട്ടിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ മുൻപ് ഞാൻ ഈ ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ 30 എന്താ പറയുന്നത്, വാട്ട് വിൽ ബി ദ മാസ് ഓഫ് 112 കാർബൺ ആറ്റം ഇൻ ഗ്രാം.
ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത് 2 മാർക്കിന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളൊന്ന് കൺഫ്യൂഷൻ ആയിപ്പോവും. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ തുടങ്ങണമെന്ന് മനസ്സിലാവില്ല. അപ്പോൾ എന്താ, മാസ് ഓഫ് 1 ആറ്റം ഓഫ് കാർബൺ 12 ഈക്വൽ ടു ആറ്റോമിക് മാസ് ഓഫ് കാർബൺ ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. നമ്മൾ 1 ആറ്റമിൻ്റെ മാസ് കണ്ടുപിടിക്കുമ്പോൾ ആ എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ അവോഗാഡ്രോ നമ്പർ അല്ല, അവോഗാഡ്രോ നമ്പർ കോമൺ ആയിട്ടില്ല, എന്താണ് 6.022 × 10⁻23. അപ്പോൾ നമുക്ക് എന്താ പറയുക, കാർബണിൻ്റെ ആറ്റോമിക് മാസ് 12 ആണ്, അവോഗാഡ്രോ നമ്പർ എത്രയാ, ഈ വാല്യൂ. അത് എന്ത് ചെയ്യുക, ഇതിന് കാൽക്കുലേറ്ററിൻ്റെ അടുത്ത് ചോദിക്കുക, സമാധാനം പറയുക, ആൻസർ എന്ത് കിട്ടും, ഇത്ര 1.9927 × 10⁻23 ഗ്രാം എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇതിന് ആൻസർ. ഇത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഇത് ആകെ ഒരു ഒറ്റ സ്റ്റെപ്പിലെ ആൻസർ ഇല്ലും, പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഐഡിയ കത്തണമെന്നില്ല. മാസ് ഓഫ് 1 ആറ്റം എന്താണ്, ആറ്റോമിക് മാസ് ബൈ അവോഗാഡ്രോ നമ്പർ എന്നല്ല ലോജിക്ക് അവിടെ കത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആൻസർ എഴുതാൻ പറ്റൂ. അപ്പോൾ ഇത്രയും ഞാൻ ഈ ഒരു പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നതിൽ ഇനിയും ഉണ്ട്. കാരണം ഇത് വലിയ ചാപ്റ്ററാണ്, കുറേ ക്വസ്റ്റ്യൻസിന് സ്കോപ്പില്ല ചാപ്റ്ററാണ്. അതുകൊണ്ട് ഞാൻ കുറേ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയത് ഈ ഒരു എൻ്റെ വീഡിയോൻ്റെ ഡിസ്കഷനിൽ. 1, 2, 3 ഒരു 7-8 ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട്. അപ്പോൾ അത് ഞാനൊരു അടുത്ത പാർട്ടിലോ അല്ലെങ്കിൽ 2 പാർട്ടിലും കൂടിയിട്ട് എന്തായാലും ഞാൻ തീർക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. അല്ല, ദാറ്റ്സ് ഓൾ എന്ന് പറയാനായിട്ടില്ല. തൽക്കാലത്തേക്ക് പാർട്ട് 1 ഇത്ര ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യുക, ഇത്രയും ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഇതെല്ലാം നിങ്ങൾ എന്താ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ നായി പോകാൻ വേണ്ടി പാടില്ല. +1 കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളെ ഇന്നത്തെ NCERT സീരീസ് ചാലഞ്ചിൻ്റെ ഷെഡ്യൂളില്ല പാഠമാണ് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അതിൻ്റെ ഈ പറയുന്ന എടുപ്പോയി ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പാർട്ട് 1. ഇതിപ്പം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്ര ചോദ്യമുണ്ട്, 36 ചോദ്യമുണ്ട്. അപ്പോൾ 4 ദിവസം, ഒരു ദിവസം 10 ക്വസ്റ്റ്യൻസ് എന്ന കണക്കിൽ നിങ്ങളിത് തീർക്കണം. ഇത് ഈ എക്സസൈസിൻ്റെ ചാലഞ്ചിനാണ്. അതല്ലാണ്ട് അത് കൂടാണ്ട് നമ്മൾ ഈ പാഠത്തിൽ എക്സാമിന് വരാൻ ചാൻസ് ഇല്ല ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും, അതായത് ഈ ചാപ്റ്ററിൻ്റെ ഒപ്പരയുള്ള ക്വസ്റ്റ്യൻസും NCERT എക്സാമ്പിൾസും, അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ അതിന് ആൻസർ ഉണ്ടോ, അതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എക്സാമിന് വരാൻ ചാൻസ് ഇല്ല, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും ഇതൊന്നുമില്ല, ഇതെല്ലാം തിയറിയാണ്. ഞാൻ കാണിച്ചു തരാം ക്വസ്റ്റ്യൻ എവിടെയില്ലെന്ന്. നിങ്ങളെ പേജ് നമ്പർ നോട്ട് ചെയ്ത് വെക്കണം. പേജ് നമ്പർ 19 പ്രോബ്ലം 1.2 ഇത് എക്സാമിന് ഷുവറായിട്ട് വരും. അതേപോലെ നമ്മളെ ഈ പറയുന്ന പേജ് നമ്പർ 22 പ്രോബ്ലം 1.4 പ്രോബ്ലം 1.5 ഇത് ആക്ച്വലി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ആ സ്റ്റോയിഷ്യോമെട്രീൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ നമ്മൾ 24 പ്രോബ്ലം നമ്പർ 1.8 ഇതാണ് എക്സാമിന് വരാൻ ചാൻസ് ഇല്ല NCERT എക്സാമ്പിൾസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതുകൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.